സെക്രട്ടറിയേറ്റിന് മുന്നിൽ LPST ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല നിരാഹാരം തുടരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ചും യുവസംഗമവും നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ട 2 മാസത്തെ സാവകാശം തള്ളിയ ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗോപാൽ ശീലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, ഇവരുടെ LPST ഉദ്യോഗാർത്ഥികളുടെ സമരം, അനിശ്ചിതകാല നിരാഹാര സമരം, അതിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് CJP കൂടി രംഗത്തെത്തുകയാണ്. മറ്റൊന്ന്, ഇവരുടെ പ്രധാന ആവശ്യം മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ നേരിട്ടെത്തി ചർച്ച നടത്തണമെന്നുള്ളതാണ്. ആ തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ശ്രുതി, സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് 2 മാസത്തെ സാവകാശം എന്ന കാര്യം ഈ ഉദ്യോഗാർത്ഥികളോട് നേരിട്ടുള്ള ചർച്ചയിലും അതുകൂടാതെ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട് നൽകിയ കുറിപ്പിലും വ്യക്തമാക്കിയെന്നും നിലവിലെ ഘട്ടത്തിൽ ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലേക്കുമാണ് ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ 34 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധിക്കുകയാണ്. LPST റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അസോസിയേഷൻ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള വളർമതിയുടെ നിരാഹാര സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടക്കുന്നു. വളർമതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരപന്തലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്നലെ മുതൽ അനിശ്ചിതകാല കൂട്ട സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. ആ സമരം പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ ഒരു സമീപനം ഒരു വശത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും, അതായത് വിദ്യാർത്ഥി അധ്യാപക അനുവാദം കുറയ്ക്കുക, നിയമന നടപടികൾ വേഗത്തിലാക്കുക, എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ തങ്ങളെയും സംരക്ഷിക്കുക എന്നടക്കമുള്ള വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സ്പെഷ്യൽ സെക്രട്ടറിയും അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചർച്ച അടിയന്തരമായി വിളിക്കണമെന്നും ആ ചർച്ചയിൽ തങ്ങളുടെ നടപടികൾ അംഗീകരിച്ച് നൽകുമെന്ന രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്നും കാട്ടിക്കൊണ്ടാണ് ഈ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ സമരത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകളും രാഷ്ട്രീയ സാംസ്കാരിക സംഘങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിച്ചേർന്നിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ യുവ സംഗമം എന്ന പേരിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ന് യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി വൈകുന്നേരം 5 മണിക്കും നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലേക്ക് ഒരു സമരത്തെ വ്യാപിപ്പിക്കുക എന്ന സ്വഭാവത്തിൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. കാരണം തങ്ങൾക്ക് അധികാരത്തിൽ കയറുന്നതിന് മുൻപും തെരഞ്ഞെടുപ്പിന് നേരിട്ട സമയത്തും UDF നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല, തങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു, അന്ന് പറഞ്ഞ വാക്കുകളല്ല ഇപ്പോൾ പറയുന്നത് എന്ന അടക്കമുള്ള വലിയ ആരോപണങ്ങൾ, വലിയ ആക്ഷേപങ്ങൾ കൂടി ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയില്ല, മുന്നോട്ട് തന്നെയാണെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ. ശരി, വ്യക്തമാണ്. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.